ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനും നടനും CPM സഹയാത്രികനുമായ പ്രേംകുമാർ ഇടതുപാളയം വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറുന്നുവെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി പ്രേംകുമാർ പ്രാഥമിക ചർച്ചകൾ നടത്തി. നാളെ ഇരുവരും നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. പ്രേംകുമാറിനെ പാർട്ടിയിൽ എത്തിക്കാൻ കോൺഗ്രസ് നേതൃത്വം നേരത്തെ തന്നെ ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം DCC പ്രസിഡന്റ് N ശക്തൻ നേരത്തെ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നുവെങ്കിലും അന്ന് പ്രേംകുമാർ വ്യക്തമായ മറുപടി നൽകിയിരുന്നില്ല. എന്നാൽ നിലവിലെ സാഹചര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഒരു മുന്നറിയിപ്പുമില്ലാതെ നീക്കിയതിലുള്ള അമർഷം പ്രേംകുമാർ പരസ്യമായി പ്രകടിപ്പിച്ചു. ഇന്നലെ അതേക്കുറിച്ചൊരു കുറിപ്പ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. ആ കുറിപ്പിൽ എല്ലാ വിദ്വേഷവും പരാതിയും പരിഭവവും ഒക്കെ നിറഞ്ഞിരുന്നു. അത് കണ്ടപ്പോഴേ രാഷ്ട്രീയ നിരീക്ഷകർ ഉറപ്പിച്ചു പ്രേംകുമാർ വഴുതി പോകുമെന്ന്. കോൺഗ്രസിൽ ചേരുകയാണെങ്കിൽ ഉചിതമായ പദവികൾ നൽകുമെന്ന് നേതൃത്വം വാഗ്ദാനം ചെയ്തതായി കേൾക്കുന്നു. എന്നാൽ നിലവിൽ അത്തരം ചർച്ചകൾ ഒന്നും നടന്നിട്ടില്ലെന്ന് പ്രേംകുമാർ അറിയിക്കുന്നു. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗത്വം എടുത്തിട്ടില്ലാത്ത ആളാണ് പ്രേംകുമാർ. നാളെ എന്ത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി പറയാനാകില്ല. സ്വതന്ത്രമായും നിർഭയമായും അഭിപ്രായങ്ങൾ പറയാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നാണ് പ്രേംകുമാർ പറയുന്നത്. പ്രേംകുമാർ CPM-ൽ നിന്ന് പോയതല്ല, അടിച്ചോടിച്ചതാണ്. ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റമെന്ന് പറയുന്നത് പോലെ ഒരു കാരണവുമില്ലാതെയാണ് പ്രേംകുമാറിനെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. കോൺഗ്രസിലെത്തുകയാണെങ്കിൽ ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തന്നെ താരപ്രചാരണ രംഗത്തുണ്ടാകും. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു പദവി കൊടുക്കും. വേണ്ടി വന്നാൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് തന്നെ തിരിച്ചു വന്നുണ്ടായിക്കയില്ല. അത് ഒരു മധുര പ്രതികാരമായിരിക്കും. 2 ദിവസത്തിനകം ഒരു തീരുമാനമുണ്ടാകും. കാത്തിരിക്കാം.